നിങ്ങളുടെ കയ്യിൽ ഒരു ടൈം മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെല്ലാം പോകാം. ഹാരി പോട്ടറിൻ്റെ കൂടെ ഹോഗ്വാർട്സിൽ പോകാം, ഗാന്ധിജിയുടെ കൂടെ ദണ്ഡി യാത്ര ചെയ്യാം. ടൈം മെഷീൻ സാങ്കല്പികമാണ്. നിങ്ങളൊരു മൊബൈൽ കാണുമ്പോഴും അനേകം ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ പുതിയ ഒരു ടീച്ചർ അതാണ് മൊബൈൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 2000 വർഷം മുൻപ് തന്നെ നിങ്ങൾക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. പുസ്തകങ്ങൾ. പുസ്തകത്തെ ഇഷ്ടപ്പെട്ടിരുന്ന കുറേയധികം ആളുകളുണ്ട്. സോഷ്യൽ മീഡിയ ഇത്രയും പ്രബലമാകുന്നതിന് മുൻപ് മലാല പറഞ്ഞിട്ടുണ്ട്, അവർക്ക് എൻ്റെ പുസ്തകവും പേനയും വേണമെങ്കിൽ തല്ലിത്തകർക്കാം, പക്ഷേ എൻ്റെ മനസ്സിലെ അറിവ് ഒരിക്കലും തകർക്കാൻ പറ്റുകയില്ല. അതാണ് വായനയുടെ ശക്തി. APJ അബ്ദുൽ കലാം അദ്ദേഹം ജനിച്ച രാമേശ്വരത്തെ ലൈബ്രറിയിലുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ചു തീർത്തു. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം പറഞ്ഞു തരും. പക്ഷേ ബഷീറിൻ്റെ ബാല്യകാല സഖിയിലെ ആ ഒരു ഫീൽ, അത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഒരിക്കലും AI-ക്ക് തരാൻ പറ്റുകയില്ല. വായനയുടെ ശക്തി അത്രമാത്രമാണ്. ബഷീർ ജയിലിൽ കിടക്കുമ്പോൾ ടോയ്ലറ്റ് പേപ്പറിലാണ് പാത്തുമ്മയുടെ ആട് എഴുതിയത്. ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന എബ്രഹാം ലിങ്കൺ തീക്കൊള്ളി കൊണ്ട് അതിൻ്റെ കരി ഉപയോഗിച്ച് തറയിൽ എഴുതി പഠിച്ചയാളാണ്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റായി. ഹാരി പോട്ടർ 12 പബ്ലിഷേഴ്സാണ് റിജക്റ്റ് ചെയ്തത്. പുസ്തകം ഒരു തെറാപ്പിയാണ്. ദിവസം 30 മിനിറ്റ് പുസ്തകം വായിക്കുന്നവർക്ക് എമ്പതി കൂടുതലായിരിക്കും. സ്ട്രെസ് മാനേജ്മെൻറ്റും ഫോക്കസും അവർക്ക് കൂടുതലാണ്. അമേരിക്കയുടെ ഫൗണ്ടിങ് ഫാദറായിരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ സ്കൂളിൽ പോയത് 2 വർഷം. പക്ഷേ അദ്ദേഹം കിട്ടുന്ന കാശിനെല്ലാം പുസ്തകം വായിച്ച് കൂട്ടുമായിരുന്നു. ബിൽ ഗേറ്റ്സ് വർഷം 50 പുസ്തകങ്ങൾ വായിക്കുമെന്നാണ് പറയുന്നത്. വാറൻ ബഫറ്റ് ദിവസം 500 പേജുകൾ വായിക്കുമായിരുന്നു. ഇങ്ങനെ ലോകം ഭരിക്കുന്നവരൊക്കെ പുസ്തകം വായിക്കുന്നവർ തന്നെയാണ്. സുന്ദർ പിച്ചൈ പറഞ്ഞിട്ടുണ്ട്, IIT-യിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ കാര്യം ലൈബ്രറി ആയിരുന്നു എന്ന്. എലോൺ മസ്ക് റോക്കറ്റ് സയൻസ് പഠിച്ചത് പുസ്തകം വായിച്ചിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് 200 റീൽസ് കാണാൻ പറ്റും, സ്ക്രോൾ ചെയ്ത്. പക്ഷേ ഒരു പുസ്തകം 200 പേജേ ഒരു പക്ഷേ വായിക്കുകയുള്ളൂ അത്രയും സമയം കൊണ്ട്. ഇതിലേതാണ് മെച്ചം? നിങ്ങൾ പെട്ടെന്ന് പറയും ഇൻസ്റ്റാഗ്രാം തന്നെയാണെന്ന്. പക്ഷേ പുസ്തകത്തിലെ കഥാപാത്രങ്ങളെ നിങ്ങൾ മറക്കില്ല. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് അപ്പോൾ തന്നെ നിങ്ങൾ മറന്നുപോകും. ആ പുതിയ പുസ്തകം നൽകുന്ന ഒരു ഫീലുണ്ടല്ലോ, ആ പുസ്തകത്താളുകളുടെ ഒരു ഗന്ധം, അതിനൊരു പ്രത്യേക സുഖമാണ്. നിങ്ങൾ ചിലപ്പോൾ പലതരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവരായിരിക്കും. പക്ഷേ അവിടെ ഇൻഫർമേഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ വായന തന്നെ വേണം. വായനയുണ്ടെങ്കിൽ മാത്രമേ ആ സൂപ്പർ പവർ കിട്ടുകയുള്ളൂ. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജസ് ഉണ്ട്. ദിവസം 20 മിനിറ്റ് പുസ്തകം വായിക്കുന്നയാൾക്ക് അതൊക്കെ ചെയ്യുവാനായിട്ട് 30% വരെ എളുപ്പമാകും. നമ്മളെ അത്ഭുതപ്പെടുത്തിയ ധാരാളം പുസ്തകങ്ങളുണ്ട്. ജപ്പാൻകാർ ഉണ്ടാക്കിയ ടീനി ടെഡ് ഫ്രം ടർണിപ്പ് ടൗൺ എന്ന പുസ്തകത്തിന് 0.07 മില്ലിമീറ്റർ മാത്രമേ വലിപ്പമുള്ളൂ. അത് വേണമെങ്കിൽ ഒരു സൂചിയുടെ അറ്റത്ത് വയ്ക്കാം. മൈക്രോസ്കോപ്പ് കൊണ്ട് വേണം വായിക്കാൻ. ബൈബിൾ കഴിഞ്ഞാൽ 50 കോടിയിലധികം കോപ്പികൾ വിറ്റ പുസ്തകം ഡോൺ കിക്സോട്ടാണ്. ഇങ്ങനെ എത്രയെത്ര പുസ്തകങ്ങൾ. PN പണിക്കർ ഗ്രന്ഥശാല സംഘം തുടങ്ങുമ്പോൾ കേരളത്തിലെ സാക്ഷരത 47% മാത്രം. ഇന്ന് നമ്മൾ വായിച്ച് നമ്മുടെ സാക്ഷരത എത്രമാത്രം കൂടി. ഒരു പുസ്തകം 6 മിനിറ്റ് വായിച്ചാൽ നമ്മുടെ സ്ട്രെസ് 68% കുറയുമെന്നാണ് പഠനങ്ങൾ. ഒരധ്യാപകനായിരുന്ന PN പണിക്കർ
കേരളത്തിൽ 6000-ലധികം ലൈബ്രറികൾ സ്ഥാപിച്ചു. നമുക്ക് വായിക്കുവാൻ വേണ്ടിയിട്ട്, വായിച്ച് വളരുവാൻ വേണ്ടിയിട്ട്, വായിച്ച് ജയിക്കുവാൻ വേണ്ടിയിട്ട്. പരീക്ഷകളൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി CV തയ്യാറാക്കുമ്പോൾ ഞാൻ 2 വർഷത്തിനുള്ളിൽ 30 പുസ്തകങ്ങൾ വായിച്ചു എന്നെഴുതിയാൽ അതിൻ്റെ ഫലം നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതിലും കൂടുതലായിരിക്കും. നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഒരു പുസ്തകം 50 പേജ് വായിക്കുമ്പോൾ നമുക്ക് മടുക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വായിക്കാതിരിക്കുക. അതിനുവേണ്ടി സമയം കളയാതിരിക്കുക. 10 മിനിറ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പുസ്തകം നിർത്താൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ വിജയിച്ചു. നിങ്ങൾ വീണ്ടും വീണ്ടും അത് വായിച്ചുകൊണ്ടേയിരിക്കും.